ഹെവി ഓഫ് റോഡ് ഓടിക്കണമെങ്കിൽ എൻഡ്യൂറോ ടയർ തന്നെ വേണം. റോട്ടിൽ ഓടിക്കാൻ അഡ്വഞ്ചർ ടയർ മതി. അഡ്വഞ്ചർ ബൈക്കിന് അഡ്വഞ്ചർ ടയറിൻ്റെ താഴത്തുള്ള ടയറിനെ പറ്റി ആലോചിക്കേ വേണ്ട. റോഡ് ടയറൊന്നും ഇട്ട് റോട്ടിൽ ഓടിച്ചാൽ നമുക്ക് കരുതി പെർഫോമൻസ് കിട്ടൂല. വണ്ടി ഓടും, ലൈഫ് കിട്ടും. പക്ഷെ നമ്മളെ കോർണറിങ്ങും കട്ടിങ്ങും കാര്യങ്ങളും നമ്മളെ റോട്ടിലുള്ള സഡൻ ഗട്ടറും കാര്യങ്ങളൊക്കെ ചാടി കയറി ഇറങ്ങണമെന്നുണ്ടെങ്കിൽ അഡ്വഞ്ചർ ടയർ തന്നെ വേണം റോട്ടിൽ. പക്ഷെ നല്ലൊരു ഓഫ് റോഡ് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹിമാചലി, ലഡാക്ക്, സ്പിറ്റി പോലത്തെ ടെറൈനൊക്കെ ഓടിക്കണം എന്നുണ്ടെങ്കിൽ എൻഡ്യൂറോ ടയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി സ്മൂത്തായി ഓടിക്കാം. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ ഇത്രയും ലഗേജും വെച്ചാണ് ഈ ഓഫ് റോഡ് ഓടിക്കാൻ പോകണം. ഒരിക്കലും അല്ല. നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ലേല നമ്മളെ റൂമിൽ കംപ്ലീറ്റ് ലഗേജ് ഫുള്ള് അൺലോഡ് ചെയ്തിട്ട് ഫുള്ള് വിത്തൗട്ട് പില്യൺ വിത്തൗട്ട് ലഗേജ് നമ്മൾ ഓടിക്കുക. വണ്ടിയും വണ്ടിൻ്റെ ആക്സറീസും ലഗേജും പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ 440 കിലോനുണ്ട്. വരുന്ന വഴിക്ക് ഞങ്ങൾ നിലമ്പൂർ എത്തുന്നതിൻ്റെ മുന്നേ ഒരു വെയിറ്റ് ബ്രിഡ്ജ് കണ്ടപ്പോൾ കയറി തൂക്കി നോക്കിയതാണ്. സപ്പോസ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ 2 എൻഡ്യൂറോ ടയർ ഇട്ട് ഈ ലോഡും വെച്ച് ഓടിച്ച് പോരുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3000-3500 കിലോമീറ്റർ നമ്മൾ റബ്ബറൈസ്ഡ് ഹൈവേയിൽ വരുമ്പോൾ എൻഡ്യൂറോ ടയർ സ്വാഭാവികമായിട്ടും തേയ്മാനം വരും. കാരണം എൻഡ്യൂറോ ടയർ റോട്ടിൽ ലൈഫ് കിട്ടൂല. നാട്ടിൽ നിന്ന് ഡൽഹി വരെ ഏകദേശം 2800ഓളം കിലോമീറ്റർ ബാക്ക് മിഷേലിൻ സ്കോർച്ചറും ഫ്രണ്ട് മിറ്റ്സിലർ കാരോ 3 ഇട്ടാണ് നമ്മൾ ഓടിച്ചത്. കേരള ടു ഡൽഹി, അതേപോലെ തിരിച്ചു പോകുമ്പോൾ ഡൽഹി ടു കേരള ഓടിക്കാനാണ് ആ ടയർ ഞാൻ കരുതിയത്. ഡൽഹി ടു കാശ്മീർ, കാശ്മീർ ടു ലേ ടു ഹിമാചൽ, സ്പിറ്റി, തിരിച്ച് ഡൽഹി വരെ ഓടിക്കാനാണ് നമ്മൾ എൻഡ്യൂറോ ടയർ യൂസ് ചെയ്യാം. ഇവിടുന്ന് കണ്ടുള്ള യാത്രയിൽ അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് ബാക്കിക്ക് കോണ്ടിനെന്റൽ TKCയും ഫ്രണ്ടിക്ക് മിട്ടാസ് എൻഡ്യൂറോ, ഈ 2 ടയറാണ്. ഇതൊന്നും അത്രക്ക് നിർബന്ധമുള്ള ഒരു കാര്യമല്ല കേട്ടോ. എൻ്റെ ഒരു താല്പര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യാണ്. പക്ഷേ സേഫ്റ്റി ബേസും പെർഫോമൻസ് ബേസും വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നിർബന്ധമുള്ള കാര്യം തന്നെയാണ്. പിന്നെ നിലവിൽ എൻ്റെ വണ്ടിമുള്ള അഡ്വഞ്ചർ ടയറിന് ട്രെഡ് കുറവാണ്. പിന്നെ എൻ്റെ കയ്യിൽ എൻഡ്യൂറോ ടയർ വീട്ടിൽ സാധനം അവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ അതിങ്ങോട്ട് കൊറിയർ ചെയ്തു, അതിട്ട് ഓടിക്കുക. ഇതൊക്കെ ഒരു നിർബന്ധമുള്ള കാര്യമാണോ ചോദിച്ചാൽ അല്ല. ഞാനത് പറയാൻ കാരണം നാളെ ഒരാൾ ഫസ്റ്റായിട്ട് ലഡാക്ക് വരാൻ പ്ലാൻ ഉള്ളവർ ഇതേപോലെ ടയറൊന്നും കെട്ടി പിടിച്ച് വരേണ്ട ആവശ്യമില്ല. നല്ല 2 അഡ്വഞ്ചർ ടയർ തന്നെ നാട്ടിൽ നിന്ന് ഫ്രഷ് ഇട്ട് പോന്നാൽ ഈ ട്രിപ്പ് ഫുൾ നമുക്ക് ടയറിൽ ഓടാം. പക്ഷേ ഓഫ് റോഡ് എൻഡ്യൂറോ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നവര് മസ്റ്റായിട്ട് എൻഡ്യൂറോ ടയർ കൊറിയർ വിടുക. ഡൽഹിക്കോ ചണ്ഡീഗഡ്ക്കോ ഇടുക. ഇവിടുന്ന് സാധനം വണ്ടിയിൽ കയറ്റിയിട്ട് ഓടിച്ചു പോവുക. കഴിഞ്ഞ ലഡാക്ക് ട്രിപ്പിൽ ഈ എൻഡ്യൂറോ ടയർ ഇല്ലാത്തതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാനും വൈഫും ജവാദും വൈഫും കൂടെയാണ് കഴിഞ്ഞ ലഡാക്ക് ട്രിപ്പ്. അതിൽ പല സ്ഥലങ്ങളും എൻ്റെ ടയർ കമ്പനി മിറ്റ്സിലർ ടൂറൻസ് ടയറാണ്. പക്ഷേ ഓഫ് റോഡിൽ പെർഫോമൻസ് വളരെ മോശമാണ്. 80% റോഡും 20% ഓഫ് റോഡും ഉള്ള ടയർ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾ ഈ ഒരു ടയർ സെലക്ട് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓഫ് റോഡ് എൻഡ്യൂറോ എക്സ്പ്ലോർ ചെയ്യണവർക്കുള്ള കാര്യങ്ങൾ കേട്ടോ. വെറുതെ വന്ന് കാഴ്ചകൾ കണ്ടു പോകണവർക്ക് ഏത് ടയറായാലും കുഴപ്പമില്ലാത്ത നല്ല ടയറാണെന്നുണ്ടെങ്കിൽ വന്ന് ഓടിച്ചു പോകും. നേരെ മറിച്ച് നമ്മളിത് ഒരു ഓഫ് റോഡ് എൻഡ്യൂറോ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ നല്ല ടയർ ഇട്ട് തന്നെ വരിക, എൻഡ്യൂറോ ടയർ ഇട്ട് തന്നെ വരിക. അത് നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ കഴിയും. ബൈക്കാണ് ആകെ 2 ടയറേ ഉള്ളൂ. അപ്പോൾ ഉള്ള ടയർ ആ ടെറൈനിന് പറ്റിയ ടയറാണ് നമ്മൾ കൺഫേം ചെയ്തിട്ട് പോരും. ബൈക്കിൽ ടയറിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും കൊടുക്കാൻ പാടില്ല. കാരണം നമ്മൾ ജീവൻ വരെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സംഭവമാണ് ഈ ടയർ. ഈ പ്രീമിയം അഡ്വഞ്ചർ ആയിക്കോട്ടെ എൻഡ്യൂറോ ആയിക്കോട്ടെ ടയറിന് എന്തായാലും ഫ്രഷിന് ഒരു 30,000, 40,000, 50,000 റേഞ്ചിൽ വരും 2 ടയറിന്. അപ്പോൾ ആ ഒരു റേറ്റ് താങ്ങാത്തതുകൊണ്ടാണ് ഞാനിത് സെക്കൻഡ് ഹാൻഡ് ടയർ ചൂസ് ചെയ്തത്. ഇത് ഒരു ടയർ 5,000, 6,000 റേഞ്ചിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും. കുഴപ്പമില്ല. സെക്കൻഡ് ഹാൻഡ് ടയർ എടുക്കണ പോലെ ഇയർ ബാക്ക് നോക്കിയിട്ട് എടുക്കുക. അപ്പോൾ ടയറിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങളാണ് അഡ്വഞ്ചർ ബൈക്ക് യൂസ് ചെയ്യണ എൻ്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് തരാനുള്ളൊരു അഡ്വൈസ്. ട്രിപ്പ് പോരാനടുപ്പിച്ച് ഗ്യാരേജിൽ ഫുള്ള് വർക്ക് ലോഡായി. നമ്മളെ വണ്ടിയിൽ അത്യാവശ്യം വർക്കുള്ളതുകൊണ്ടും സൈഡ് പാനേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ളതുകൊണ്ടും ഗ്രാഫിക്സ് ഇടാനുള്ളതുകൊണ്ടൊക്കെ ഈ പാർസൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചെക്കന്മാർ പാക്ക് ചെയ്ത് പാർസൽ ചെയ്ത് തന്നാണ്. ട്രിപ്പ് പോരണന്ന് രാവിലെ അവിടെ പുരാ പാക്കിങ്ങിന് പോലെ നമ്മളെ ചെക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ നമ്പോലിന്, ബംഗാളിന്, ആഫീസ്, സൽമാനും അമീനൊന്നും വരാൻ പറ്റിയില്ല. ഓരൊക്കെ ഓരോ പരിപാടിയിലായിട്ടൊന്നും കാണാൻ പറ്റിയില്ല. അവസാനം ഓരൊക്കെ പാക്ക് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ നിഷാദ് നമ്പോലിനാണ് ട്രാക്കോൺ പറഞ്ഞ കൊറിയർ സർവീസിലാണ് ഇത് കൊറിയർ ചെയ്തിട്ട് ഡൽഹിക്ക്. ഞങ്ങൾ ഡൽഹി എത്തി അതേ ദിവസം പാർസൽ അവിടെ എത്തി. കൊറിയർ ചെയ്തിയിൽ ടയർ മാത്രമല്ല എൻഡ്യൂറോ ബൂട്ട്സ്, പിന്നെ കുറച്ച് ചെയിൻ ലൂബ്, ഹെൽമെറ്റ് ക്ലീനർ, പിന്നെ നമ്മൾ കുക്ക് ചെയ്യാനുള്ള ക്യാമ്പിംഗ് സ്റ്റൗവിൻ്റെ ഗ്യാസ് സ്റ്റവ് കാട്രിഡ്ജ്, പിന്നെ പോരാൻ നേരത്തെ 2 കീസ് ഔല് വറുത്ത് തന്നീനി. ലഗേജിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് 1 കീസ് ലഗേജിൽ വെച്ചു, 1 കീസ് കൂട്ടത്തിൽ പാർസൽ വിട്ടു. ഇത്രയും കാര്യങ്ങളാണ് ഈ പാർസലിൽ വന്നത്. വണ്ടിക്ക് വേണ്ടിയ നല്ല ടയറൊക്കെ ഇപ്പം നമ്മൾ ഇട്ടു. അതേപോലെ തന്നെ ഓഫ് റോഡ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടിയൊരു സംഭവമാണ് എൻഡ്യൂറോ ബൂട്ട്സ്. എൻഡ്യൂറോ ബൂട്ട്സ് മസ്റ്റാണ് ഓഫ് റോഡ് ചെയ്യുമ്പോൾ.
എൻഡ്യൂറോ ബൂട്ട്സ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഓഫ് റോഡിങ്ങിൽ എന്തെങ്കിലും ഒരു ക്രാഷ് ആയി കഴിഞ്ഞാൽ നമ്മളെ കാല് മൊത്തത്തിൽ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നല്ല ഓഫ് റോഡ് ഡീപ്പ് ഓഫ് റോഡൊക്കെ ഇറങ്ങുന്നവർ എൻഡ്യൂറോ ബൂട്ട് മസ്റ്റായിട്ട് ഇടുക. ടൂറിംഗ് ബൂട്ട് കൊണ്ട് കാര്യമില്ല, ആംഗിൾ പ്രൊട്ടക്ഷനുള്ള ഏകദേശം മുട്ടിൻ്റെ ലെവലിൽ വരുന്ന എൻഡ്യൂറോ ബൂട്ട്സ് തന്നെ ഇടാം. ഞാൻ യൂസ് ചെയ്യണത് ലിയറ്റിൻ്റെ 5.5 വരുന്ന എൻഡ്യൂറോ ബൂട്ട്സ് ആണ്. പിന്നെ മിനിമം ലെവൽ 2 പ്രൊട്ടക്ഷനുള്ള റൈഡിങ് പാൻറ്, റൈഡിങ് ജാക്കറ്റ്, ഗ്ലൗവ് കാര്യങ്ങളൊക്കെ. അതിപ്പോൾ എന്തായാലും നമ്മൾ ഓഫ് റോഡിൽ മാത്രമൊന്നുമല്ല ടൂറിങ്ങിലും മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇതുപോലത്തെ ബൈക്ക്, ടൂറിങ്, ഓഫ് റോഡ് റിലേറ്റഡ് ആയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണുവാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എക്സ്പ്ലോർ വിത്ത് ഫ്ലൈ ഗിയർ.